അച്ചോ അയ്യോ മേയറേ, ഞാൻ അവിടെ പാർക്കിൽ എക്സസൈസ് ചെയ്യാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. പക്ഷെ നിങ്ങളോ TV കാണുന്നു. നോട്ട് ഫെയർ. ഞാൻ ആ കാര്യം പറയാൻ നിന്നോട് മറന്നുപോയി. ഇന്ന് ടിവിയിൽ വേൾഡ് ഫേമസ് ഗെയിം ഷോ നോബഡി സർവൈവ്സിന്റെ ലൈവ് ടെലികാസ്റ്റ് വരാൻ പോവുകയാണ്. നോബഡി സർവൈവ്സോ? അയ്യോ, ഇതല്പം പ്രശ്നം പിടിച്ച കളിയാണല്ലോ. ഈ ഗെയിമിൽ പ്ലേയേഴ്സ് അതിഭയങ്കരമായ ഹെഡൽസ് പാസ് ചെയ്യണം. ഈ ഗെയിമിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഏതൊരു പ്ലെയർ ആണോ എല്ലാ സ്റ്റേജസും ക്രോസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അവനായിരിക്കും വിന്നർ. അയ്യോ, ഇത് വളരെ ഡേഞ്ചറസ് ആയ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. ശരി, ഇന്ന് ഏതൊക്കെ പ്ലേയേഴ്സാ ഈ ഗെയിം കളിക്കാൻ പോകുന്നേ? അത് ഗെയിം സ്റ്റാർട്ട് ആയതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ നിനക്കൊരു കാര്യം അറിയട്ടോ പോണ, ഈ ദിവസം വരെ ഈ ഗെയിമിൽ ഒരാൾ പോലും ജയിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ 3 സ്റ്റേജസും അത് ആരും ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ലെന്നാണോ? അയ്യോ, എന്ന് വെച്ചാൽ ഈ ഗെയിമിൽ കളിക്കാൻ ആരൊക്കെ പോയോ അവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ലെന്നാണോ പറയുന്നത്? ഇടാ ടോണി, നീ ഇത്രയ്ക്ക് ധൃതി പിടിച്ച് എങ്ങോട്ടാ ഓടുന്നത്? കീക്കോ, വീട്ടിലെ നോബഡി സർവൈവ് എന്ന ഗെയിമിന്റെ ലൈവ് ടെലികാസ്റ്റ് കാണാൻ പോവാ. നീയും വാ, നമുക്ക് ഒന്നിച്ച് കാണാം. നല്ല രസമായിരിക്കുന്നേ. ഇങ്ങനൊരു ഡേഞ്ചറസ് ഗെയിമിനെ ടിവിയിൽ കാണിച്ച് അതിന് പ്രാധാന്യം കൊടുക്കുന്നതിന് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി റോങ്. അത് സാധാരണ റോങ് അല്ല, വെരി റോങ്. വെരി 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 റോങ്. പിന്നെ ഞങ്ങളെ ഈ റോങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വി ഫൈറ്റ് ഫോർ റൈറ്റ്. അല്ലേ കീക്കോ? ഈ നിമിഷം പോലെ ഞാൻ ഡോണറ്റ് കഴിച്ചിട്ട് എന്റെ വിശപ്പിന്റെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. സോറി, ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് ഹെൽപ്പ് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ലെന്നേ. ഞങ്ങളുടെ ടോണി ബോസ് ഇങ്ങനെ ചെളിപ്പുരണ്ട് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനെങ്കിലും നമ്മുടെ ടോണി ബോസിന്റെ എല്ലുകൾ എണ്ണുകയാണെങ്കിൽ കൊള്ളായിരുന്നു. നീ പറഞ്ഞ ശരിയാ. ഇപ്പൊ കൂടുതലായി സഹായം ആവശ്യമുള്ളത് ടോണി ബോസിനെക്കാളും അയാൾക്കാണെന്ന് തോന്നുന്നത്. ഗുഡ് മോർണിംഗ് അങ്കിൾ. നിങ്ങളെ ആരാ ഇങ്ങനെ അടിച്ച് അവശനാക്കിയത്? എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. പ്ലീസ് ഹെൽപ്പ് മീ. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം അങ്കിൾ. പക്ഷേ എന്താ നിങ്ങളുടെ പ്രശ്നം? അതാദ്യം പറയൂ. ഞാനും എന്റെ മോനും ഹൈവേയിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഗുണ്ടകൾ പെട്ടെന്ന് എന്റെ കാറിനെ ബ്ലോക്ക് ചെയ്തു. പിന്നെ അവരെന്റെ മോനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയി കളഞ്ഞു. കിഡ്നാപ്പിംഗ് ചെയ്യുന്നതിന് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ക്രൈം. ഒരുപാട് പണം എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുക. അത് കൊള്ളാം. കിഡ്നാപ്പേഴ്സ് നിങ്ങളുടെ അടുത്ത് പൈസയല്ലേ ചോദിച്ചിരിക്കുന്നേ? പിന്നെ എന്തിനാ നിങ്ങൾ കീക്കോയെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നത്? കാരണം കീക്കോ പണം കൊടുക്കാതെ തന്നെ അങ്കിളിന്റെ മോനെ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാം. അതേ കീക്കോ, ഒന്ന് വേഗം വാ, നമുക്ക് പൊട്ടും സമയമില്ല. ഓക്കെ അങ്കിൾ. പക്ഷേ ഞാനിപ്പോ ആലോചിക്കുന്നത്, കിഡ്നാപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ R7 എന്താ ബ്ലിങ്ക് ആവാത്തത്? കീക്കോ, നീ ഇവിടെ നിന്ന് R7നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ. ഞാൻ അതിനിടയ്ക്ക് പോയിട്ട് ഈ അങ്കിളുടെ മോനെ രക്ഷിച്ചു കൊണ്ടുവന്നേക്കാം. ഇത് മാത്രം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സൺ സിറ്റിയിലെ ഹീറോ ഞാനായിരിക്കും. ഇല്ല ടോണി, ആ അതിഭയങ്കരമായ ഗുണ്ടകളെ തനിച്ച് നിനക്ക് കൈകാര്യം ചെയ്യാനാവില്ല. നമുക്ക് തീർച്ചയായിട്ടും കിക്കോയുടെ സഹായം ആവശ്യമുണ്ടാകും. എന്റെ ദൈവമേ, ആരാ ഇത്രയും വലിയ ബിൽഡിംഗ് കെട്ടിയത്? ഞാൻ ഒരൽപ്പം കഴിച്ചോട്ടെ. അങ്കിൾ, ഉറപ്പാണോ കിഡ്നാപ്പേഴ്സ് ഈ സ്ഥലത്തേക്കാണോ വരാൻ പറഞ്ഞത്? ഇതിലെഴുതിയിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ അഡ്രസ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ സ്ഥലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്നാ. കിക്കോ, നീ ഈ സ്ഥലമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കെ. അതിനിടയ്ക്ക് ഞാൻ അകത്തേക്ക് പോയിട്ട് ആ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ചെക്കനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നേക്കാം. ദേ ഡോർ അവിടെയുണ്ട്. ഞാൻ ഉടൻ തന്നെ അകത്തേക്ക് പോവാണ്. ഷെടാ, നമ്മുടെ ടോണിക്ക് ഇത് എന്താ പറ്റിയത്? അവനെന്താ ഇങ്ങനെയാണെന്ന് നിലവിളിച്ചത്? വരൂ, നമുക്ക് അകത്ത് ചെന്ന് നോക്കാം. നീ ശരിക്കും എന്റെ വലയിൽ കുടുങ്ങിപ്പോയില്ലേ കിക്കോ? ചേടാ, എല്ലാവരും കൂടി എന്തിനാ എന്റെ മുകളിൽ വന്ന് വീണത്? ഒന്ന് മാറി നിക്ക്, അങ്ങോട്ട് നീങ്ങി നിക്ക്.
എന്റെ ദൈവമേ, നമ്മളിത് എവിടെ വന്ന് എത്തിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ആ അങ്കിൾ തന്റെ മകനെ കിഡ്നാപ്പ് ചെയ്തു കള്ളം പറഞ്ഞിട്ട് നമ്മളെ കുടുക്കി കളഞ്ഞുന്നാ. അതുകൊണ്ട് R7 ബ്ലിങ്ക് ആവാത്ത. വെൽക്കം ടു ദ ഗെയിംസ്. നോബഡി സർവൈവ്സ്. ആ മരമാണോ ഇപ്പൊ സംസാരിച്ചത്? അല്ലാതെ വോയിസ് ആ മരത്തിലുള്ള സ്പീക്കറിൽ നിന്നാണ് കേൾക്കുന്നത്. ദേ അങ്ങോട്ട് നോക്കിക്കേ, ആ സ്ഥലത്ത് ഒരുപാട് ക്യാമറസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഇപ്പൊ ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. ഞാനത് ടെലികാസ്റ്റ് ചെയ്യും. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അത് കണ്ടു രസിക്കും. പകരമായി എനിക്ക് ഒരുപാട് കാശ് ലഭിക്കും. ഗെയിമിംഗ് മാന്റെ ഗെയിം. ഇത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റും. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം കേൾക്കാനും പറ്റും. ഇതുപോലെ ഞാൻ പലരെയും പറ്റിച്ച് കാശുണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഗെയിമിൽ ഞാൻ അവരെ കുടുക്കിയിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് വളരെ ത്രില്ലിംഗ് ആയിരിക്കും. കാരണം സൺസിറ്റിയിലെ ഹീറോ കിക്കോ തന്റെ കൂട്ടുകാരുമായി ചേർന്ന് നിരന്തരം ഈ ഗെയിമിൽ കുടുങ്ങാൻ പോവുകയാണ്. ഗെയിമിംഗ് മാന്റെ ഗെയിം. അത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. ഇങ്ങനെ ഒരാളെ കമ്പൽ ചെയ്ത് ഗെയിമിൽ കളിപ്പിക്കുന്നത് വളരെ തെറ്റാണ് ഗെയിമിംഗ് മാൻ. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും പുറത്തയച്ചിട്ട് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്കൂ. ഈ ഗെയിമിൽ നിന്ന് നിങ്ങൾ സ്വയം പുറത്തേക്ക് വന്നേ പറ്റൂ കിക്കോ. വെറുതെ ചലവലാന്ന് സംസാരിച്ച സമയം കളയണ്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഈ ഗെയിമിൽ ടോട്ടലി 3 സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജിന്റെ എൻഡിലും ഒരു താക്കോൽ ഉണ്ടാവും. ആ താക്കോൽ നീ തെരഞ്ഞു കണ്ടെത്തണം. ഓരോ സ്റ്റേജും ക്രോസ് ചെയ്യുമ്പോൾ നിനക്കൊരു ഡോർ കാണാൻ പറ്റും. കിട്ടിയ താക്കോൽ കൊണ്ട് നീ ആ ഡോർ തുറക്കണം, അകത്തേക്ക് പോകണം. അങ്ങനെ 3 സ്റ്റേജും ക്രോസ് ചെയ്താൽ മാത്രമേ നിനക്ക് ഈ ഗെയിമിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയൂ. ഈ സ്റ്റേജസ് ക്രോസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതില് കാർഡ് ക്രോസ് ചെയ്തങ്ങ് പോയാ പോരെ. നീ വിചാരിക്കുന്ന പോലെ ആ സ്റ്റേജ് ക്രോസ് ചെയ്യുന്ന അത്ര ഈസി കാര്യമല്ല. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ ലാപ്ടോപ്പ് മൂലം ഗെയിമിൽ വരുന്ന ഓരോ ഹേഡൽസിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നിന്റെ പ്രോബ്ലംസ് അധികമാക്കിക്കൊണ്ടിരിക്കും. ഈ ഗെയിം ഈ നിമിഷം മുതൽ സ്റ്റാർട്ടായി കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇത് കണ്ട് രസിക്കും. നൗ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഡോണ്ട് ടേക്ക് റെസ്റ്റ്. എല്ലാരും ഓടിക്കോ. ഗെയിമിംഗ് മാന്റെ ഗെയിം. അത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. നമ്മള് കീക്കോയും അവന്റെ ഫ്രണ്ട്സും അവിടെ ചെന്ന് ആ ഗെയിമിൽ എങ്ങനെയാ കുടുങ്ങിപ്പോയത്? അയ്യോ, നമ്മൾ ഉടനെ ആ സ്ഥലത്തേക്ക് ചെന്ന് എല്ലാവരെയും രക്ഷിക്കണം. നീ പറഞ്ഞത് ശരിയാണ് ടംബു അണ്ണ. ലെറ്റ്സ് ഗോ. പക്ഷേ ആ ഗെയിമിംഗ് സോൺ എവിടെയാ ഉള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ. ദേ അവിടെയുണ്ട് താക്കോൽ. ഫ്രണ്ട്സ്, നിങ്ങൾ ആ ക്രീപ്പേഴ്സിന്റെ ശ്രദ്ധ ഒരല്പം മാറ്റാൻ നോക്ക്. ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. ഓക്കേ കിക്കോ, 3 വാക്കിൽ പറയണമെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. ഇത്രയും പച്ച നിറമുള്ള ഇലകൾക്കിടയിൽ ഈ ചുവപ്പ് നിറമുള്ള ഇല എവിടുന്നാ വന്നത്? ചേടാ, ഈ ചുവന്ന ഇല ഞാൻ പറിച്ചതും ക്രീപ്പറിന്റെ സൈസ് ചെറുതായി പോയല്ലോ. ബാക്കിയുള്ള ചുവന്ന ഇലകളും പറിച്ചേക്കാം. കൂട്ടുകാരെ, ആ ക്രീപ്പേഴ്സിലുള്ള ചുവന്ന കളർ ഇല പറിച്ചെറിഞ്ഞേക്ക്. ആ താക്കോൽ ഞാനിപ്പോ എങ്ങനെ എടുക്കും?
നോക്ക് കീക്കോ, ഒരു ഫ്ലൈയിങ് സൂട്ട്. അതായത് ഓരോ വീഡിയോ ഗെയിമിലും ഒരു പവർ ബൂസ്റ്റർ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഗെയിമിലും ഉണ്ടെന്നാ തോന്നുന്നത്. ആ ഫ്ലൈയിങ് സൂട്ട് അണിഞ്ഞിട്ട് നീ അവിടെ തന്നെ ആ ചാവി എടുത്തോണ്ട് വാ. വേഗം ചെന്ന പവർ ബൂസ്റ്റ് എടുത്തിടൂ. ഓ താക്കോൽ കിട്ടിക്കഴിഞ്ഞു കൂട്ടുകാരി. വരൂ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഈ താക്കോൽ വെച്ച് ഡോർ തുറക്കാൻ പറ്റുമെന്നാ തോന്നുന്നേ. ട്രൈ ചെയ്ത് നോക്കട്ടെ. എടാ കുട്ടിച്ചാത്തന്മാരെ, നിങ്ങൾ ഈ സ്റ്റേജ് പാസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേജ് അതിഭയങ്കര പ്രോബ്ലം നിറഞ്ഞതായിരിക്കും. ഗെയിമിംഗ് മാന്റെ ഗെയിം. അത് വെച്ച് നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. ഈ സെക്കൻഡ് സ്റ്റേജ് വളരെ ഈസി ആയിരിക്കും തോന്നുന്നത്. ഈ ലാവ ഒഴുകുന്ന സ്ഥലം ക്രോസ് ചെയ്ത് നമുക്കങ്ങ് പോകണം. എന്റെ ദൈവമേ, താഴെ മൊത്തം ലാവയാണ്. കുറച്ചു സമയത്തിനുള്ളിൽ ഈ ഡോഡോ തന്തൂരി ഡോഡോ ആവുന്ന തോന്നുന്നത്. ഈ സ്ഥലം ക്രോസ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് സൂപ്പർ സ്പീഡോയെ വിളിക്കുന്നതാ നല്ലത്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഇവിടുന്ന് സേഫ് ആയിട്ട് രക്ഷപ്പെടാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഷുവർ കീക്കോ. ബഡി, ഫോർമുല നമ്പർ 669. ലവ്ലി ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 666. ഇപ്പൊ ഓക്കെ. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ഈ സ്ഥലം മുഴുവൻ പൊട്ടി തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും താഴേക്ക് പോകേണ്ടി വരും. അതിനു മുമ്പ് രക്ഷപ്പെട്ടേ പറ്റൂ. ഓക്കെ ബഡി, ലെറ്റ്സ് ഗോ. ഡോണ്ട് വറി ട്വിങ്കിൾ, ഞാനുള്ളപ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. ഗെയിമിംഗ് മാന്റെ ഗെയിം. അത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. അയ്യോ, ഈ സ്റ്റേജില് ആ മലയ്ക്കകത്ത് ലാൻഡ് മൈൻ പതുക്കി വെച്ചിരിക്കുകയാണ്. ദേ അവിടെയുണ്ട് അടുത്ത താക്കോൽ. ഈ സ്ഥലത്ത് ലാൻഡ് മൈൻസിന് വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 35 അപ്ലൈ ചെയ്യേ. ഫോർമുല നമ്പർ 35 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇവിടെ മുഴുവൻ ഞാൻ സ്കാൻ ചെയ്തേക്കാം.
കീക്കോ ഇത് കണ്ടോ, ആ പോളിന് ചുറ്റും 4 സ്ഥലത്തും ലാൻഡ് മൈൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആ കീ എടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 12 അപ്ലൈ ചെയ്യ്. കൂൾ ഐഡിയ ബഡി. അപ്ലൈയിങ് ഫോർമുല 12. സൂപ്പർ സ്പീഡോ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി കിട്ടിക്കഴിഞ്ഞോ. ഞാനിപ്പോ ആ സ്ഥലത്തേക്കാ പോകുന്നേ. നീ എല്ലാരെയും വിളിച്ചോണ്ട് വന്നേക്ക്. ഓക്കേ കിക്കോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 95. ഓക്കേ ബഡി. കീക്കോ, എന്റെ മിസൈൽ കൊണ്ടിട്ടും ആ റോപ്പുകൾ ഒട്ടും തകർന്നിട്ടില്ല. ആ ഗ്ലൗസ് തീർച്ചയായിട്ടും പവർ ബൂസ്റ്റേഴ്സ് ആയിരിക്കും. എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണം. അവർ ഈ സ്റ്റേജും ക്രോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അടുത്ത സ്റ്റേജ് ക്രോസ് ചെയ്യുന്നത് വളരെ പ്രയാസമുള്ളതാണ്. ഈ പ്രാവശ്യം അവരെ ജയിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഗെയിമിംഗ് മാന്റെ ഗെയിം, അത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. ഇവിടെ ആ താക്കോലും വാതിലും തേടി കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യ. പ്രശ്നമില്ലെങ്കിൽ ത്രിൽ ഉണ്ടാവില്ല. ഡോണ്ട് വറി കീക്കോ, എല്ലാം ശരിയാക്കാം. ഈ പ്ലാറ്റ്ഫോം തകർന്നുകൊണ്ടിരിക്കുക സൂപ്പർ സ്പീഡോ. വേഗം അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ല്. സൂപ്പർ സ്പീഡോ, നിന്റെ ഫ്ലൈയിങ് മോഡ് ഓൺ ചെയ്യേ. ഇപ്പോഴത് ചെയ്യാൻ പറ്റില്ല കീക്കോ. മിസൈൽ ഇടിച്ചത് കൊണ്ട് എന്റെ സിസ്റ്റം ഹാങ് ആയി പോയി. അത് റീബൂട്ട് ആവാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ എനിക്ക് പറക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. ഒരുപാട് സമയത്തേക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത കീയും ഡോറും കണ്ടെത്തിയേ പറ്റൂ. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ ക്ലൗഡ്സിനടുത്തേക്ക് പോകുമ്പോ അത് നമ്മളെ വിട്ട് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർമുല നമ്പർ 242 അപ്ലൈ ചെയ്യേ. സൂപ്പർ ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 242. ഇനി നമുക്ക് ആ ഡോർ മാത്രം തേടി കണ്ടെത്തണം. ദേ അവിടെയുണ്ട് ഡോർ. പക്ഷെ ഡോറിനടുത്തേക്ക് പോകാനുള്ള വഴി വളരെ നാരോ ആണ്. ആദ്യം ഞാൻ അവിടെ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നീ എല്ലാരും വിളിച്ചോണ്ട് വന്നേക്ക്. ഷുവർ കീക്കോ. അതിനുമുമ്പ് എന്റെ സിസ്റ്റം തീർച്ചയായിട്ടും റീബൂട്ട് ആവുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ വളരെ ഈസി ആയിട്ട് ഫ്ലൈ ചെയ്ത് അവിടെ എത്തിച്ചേരും. ഈ ബ്രിഡ്ജ് ഭയങ്കര സ്ലിപ്പറിയാണ്. ഈ സ്ഥലം പാസ് ചെയ്ത് പോവാൻ തീർച്ചയായിട്ടും ഏതെങ്കിലും പവർ ബൂസ്റ്റർ ഉണ്ടാവും. പക്ഷെ അത് എവിടെയാ ഉള്ളത്? ഈ സ്റ്റേജിന്റെ പവർ ബൂസ്റ്റർ ദേ അവിടെയുണ്ട്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്യേ. ഓക്കേ ബഡി.
സൂപ്പർ സ്പീഡോ, നിന്റെ സിസ്റ്റം റീബൂട്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ഒരല്പസമയത്തിനുള്ളിൽ എല്ലാം ശരിയാകും. ഇപ്പൊ വന്നേക്കാം. പക്ഷേ കണ്ടോ, കലക്കി കളഞ്ഞില്ലേ അവര്. ആദ്യമായിട്ട് നോബഡി സർവൈവ് ഗെയിമിൽ ഒരാള് വിജയിച്ചിരിക്കാം. കീക്കോ എന്നെ പോലെ വളരെ ടാലന്റഡ് ആണ്, ധൈര്യശാലിയുമാണ്. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ ഡിസൈൻ ചെയ്ത ഗെയിമിൽ അവരെങ്ങനെയാണ് ജയിച്ചത്? നോ പ്രോബ്ലം. ഈ പ്രാവശ്യം കിക്കോ എങ്ങനെയോ ജയിച്ചു. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ അത്രയ്ക്ക് ടഫായ ഒരു ഗെയിം ഡിസൈൻ ചെയ്യും. കിക്കോക്ക് അതിന്റെ ആദ്യത്തെ സ്റ്റേജ് പോലും ക്രോസ് ചെയ്യാൻ കഴിയില്ല. കിക്കോ വന്ന് പിടികൂടുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് നൈസായി എസ്കേപ്പ് ആയേ പറ്റൂ. ഗെയിമിംഗ് മാൻ, ഇതോടെ നിന്റെ ഗെയിം ഓവർ. കിക്കോ, ഗെയിം ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് എന്റെ ഗെയിം ഒരിക്കലും ഓവർ ആവില്ല. ഗെയിമിംഗ് മാന്റെ ഗെയിം വെച്ച് ഞാൻ കോടാനുകോടി സമ്പാദിക്കും. ബൈ ബൈ. സോറി, അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. നിങ്ങൾ എല്ലാവരും ചെയ്ത് എന്ത് കാര്യം ചെയ്തിരിക്കുന്നത്? എന്റെ ലാപ്ടോപ്പ് തകർത്തു അല്ലേ? അതില്ലാതെ ഗെയിം ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്യും, എങ്ങനെ കൺട്രോൾ ചെയ്യും? നീ അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവസാനം എന്റെ മുൻപിൽ വന്ന് ഫ്ലാറ്റ് ആയി കിടക്കുന്നത് കണ്ടില്ലേ? എന്താ പറഞ്ഞ? സാർ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ഇതോടെ നോബഡി സർവൈവ് ഗെയിം ക്ലോസ്. ഇനി ആരും ഒരിക്കലും ഈ ഗെയിമിൽ കളിക്കില്ല.